Hello everyone, Tara here. So ഞാൻ കരുതി ഞാനിപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ ഐ തോട്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു ടോക്ക് അബൌട്ട് ജിന്തലിൻ്റെ ഹോസ്പിറ്റൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. യാ ഓക്കെ, ഐ നോട്ട് വെൽ, so that's why I look very shabby. Excuse me for that. ഓക്കെ, സോ നമ്മൾ ജിന്തലിൽ ചേരുമ്പോൾ തന്നെ അവരുടെ ഫീസിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ഇൻഷുറൻസ് എടുക്കും, സ്റ്റുഡൻറ്റ് ഇൻഷുറൻസ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും വയ്യാതെ ആവുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ കോളേജിൻ്റെ ഉള്ളിൽ തന്നെ അവരുടേതായ ഹെൽത്ത് സെൻറ്റർ ഉണ്ട്, JGU ഹെൽത്ത് സെൻറ്റർ. അവിടെ 24/7 അത് ഓപ്പൺ ആണ്. ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, കുറേ മലയാളി നഴ്സുമാരുണ്ട് കേട്ടോ അവിടെ ആക്ച്വലി. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫെസിലിറ്റീസ് ഉള്ള, അത്യാവശ്യം ബേസിക് ഫെസിലിറ്റീസ് ഉള്ള നെബുലൈസേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രിപ്പ് ഇട്ട് കിടത്താൻ അതിനകത്ത് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്ത് സെൻ്ററാണ് അവിടെ ഉള്ളത്. സോ അത് 24/7 ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വയ്യെങ്കിലും അവിടെ പോകാം. പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ പനി ചെക്ക് ചെയ്യും, നമ്മുടെ BP ചെക്ക് ചെയ്യും, എന്നിട്ട് നമ്മുടെ ഡോക്ടറിന് റെഫർ ചെയ്യും. ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എല്ലാം ഫ്രീ ആണ്. ഓക്കെ, ഡോക്ടർ മരുന്ന് എഴുതി തരും, നെബുലൈസേഷനും എല്ലാം ഫ്രീ ആണ്, ട്രിപ്പ് ഫ്രീ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ഈ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് കേട്ടോ 24/7 ഓപ്പൺ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അവിടെ നമ്മൾ മെഡിസിൻ വാങ്ങുമ്പോൾ പൈസ കൊടുക്കണം മെഡിക്കൽ ഷോപ്പിൽ, അല്ലാതെ എക്സ്ക്യൂസ് മീ നോട്ട് വെൽ. ഓക്കെ ഓക്കെ, സോ വീഡിയോ ഞാൻ ബ്രേക്ക് ചെയ്യുന്നില്ല. എക്സ്ക്യൂസ് മീ ഫോർ ഓൾ ദോസ് തിങ്സ്. ഓക്കെ, സോ അവിടെ ചെന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക, എന്നിട്ട് അവർ നമുക്ക് മരുന്ന് തരും. ആ മരുന്നിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നു നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന മരുന്നിനെ കാട്ടും 12% 14% ഡിസ്കൗണ്ടിലാണ് അവർ കൊടുക്കുന്നത്. ഈവൻ അവിടെ കുറേ മിഠായി ഉണ്ട്, ഞാൻ സ്ഥിരം മിഠായി വാങ്ങാൻ വേണ്ടി പോകുമായിരുന്നു, അപ്പോൾ അതിനും 14% ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, സോ യു ആർ സേഫ് ഔട്ട് ദ, യു ആർ സേഫ്. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് സോ എനിക്കെന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ JGU ഹെൽത്ത് സെൻ്ററിൽ ആദ്യം അഡ്മിറ്റായി. ബിക്കോസ് ഐ വാസ് ഹാവിങ് ഡയറിയ, വോമിറ്റിങ്, അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഹൈ ഫീവർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നെ മോണിറ്റർ ചെയ്തു, കുറേ പ്രാവശ്യം ട്രിപ്പ് ഇട്ടു, മരുന്നൊക്കെ തന്നു, അവിടെ കിടത്തി. അത് കഴിഞ്ഞിട്ട് അവർക്ക് തോന്നി നോക്കി എൻ്റെ ഫീവർ കുറയുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ജിന്തലിന് ടൈപ്പ് ഉള്ളത് ഹരിയാനയിൽ തന്നെയുള്ള തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഐ തിങ്ക് ഒരു ഹാഫ് ആൻ അവർ പോലും 20 മിനിറ്റ്സ് മാക്സിമം ദൂരമുള്ള ടൂലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലായിട്ടാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും അങ്ങോട്ടാണ് കൊണ്ടുപോകുക. സോ നമ്മൾ അവിടെ ആകെ കൊടുക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നൊരു അഡ്മിഷൻ ചാർജ് ഉണ്ട്. ആ പൈസയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂമിൽ അവർ നമ്മൾ അഡ്മിറ്റ് ചെയ്യും. ഇറ്റ് വിൽ ബി എ ഡീലക്സ് റൂം വിച്ച് ഹാസ് TV, ഗുഡ് ഫെസിലിറ്റീസ്. ആൻഡ് അവിടെ നിന്നൊരു ജിന്തളിൽ നിന്നൊരു നേഴ്സ് നമുക്ക് അസൈൻ ചെയ്യും. ആ നേഴ്സ് നമ്മുടെ കൂടെ വരും, അവിടെ തന്നെ ഉണ്ടാകും. ആൻഡ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, എല്ലാ കാര്യങ്ങളും ഇവർ കൊണ്ടുവന്ന് തരും. ആ നേഴ്സ് നമുക്ക് ബൈസ്റ്റാൻഡറായിട്ട് കൂടെ നിൽക്കും. നമ്മുടെ പേരൻസിനെ നമ്മൾ JGU ഹെൽത്ത് സെൻ്ററിൽ പോയി അഡ്മിറ്റ് ആവുകയാണെങ്കിൽ തന്നെ നമ്മുടെ പേരൻസിനെ വിളിക്കും. അതുപോലെ തന്നെ നമ്മൾ ടൂലിപ്പിലോട്ട് വരുമ്പോഴും പേരൻസിനെ വിളിക്കും. സോ അഡ്മിഷൻ ചാർജായിട്ട് എനിക്കിപ്പോൾ ചാർജ് ചെയ്ത് 560 റുപ്പീസാണ്, അതാണ് ഞാൻ അടച്ചിരിക്കുന്നത്. സോ ജിന്തലിൽ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് 2 days ഞാനവിടെ അഡ്മിഷനാണ്. അവരുടെ എല്ലാ പൈസ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തോളും. പക്ഷെ നമുക്കിപ്പോൾ ഇയർ ഇൻഫെക്ഷൻ വരുവാണ്, ഇപ്പോൾ എനിക്ക് വന്ന ഡയറിയ, വോമിറ്റിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ നമുക്ക് ഇയർ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ, എനിക്ക് എൻ്റെ ഫ്രണ്ട് ഇയർ ഇൻഫെക്ഷൻ വന്ന് വയ്യാതെ ആയപ്പോഴേക്കും ടൂളിപ്പിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഷീ ഹാഡ് ടു പേ ഹർ ബിൽ. ഓക്കെ, ബട്ട് if it is related diarrhea or if it is related high fever, I think ഇൻഷുറൻസ് കവർ ചെയ്യും. സോ ഇൻഷുറൻസിൻ്റെ ഇതിൽ എന്തെങ്കിലും കവർ ചെയ്യുന്ന കാര്യങ്ങൾ ക്രൈറ്റീരിയ ഉണ്ടാകുമായിരിക്കും. സോ അങ്ങനെ ഇതാണ് ജിന്തൽ കോളേജിൻ്റെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി. ആൻഡ് ദേ വിൽ ടേക്ക് യു ഇൻ ആംബുലൻസ്. അത് കഴിഞ്ഞ് അവർ തിരിച്ച് നമ്മൾ ആംബുലൻസിൽ കൊണ്ടുപോകും. എല്ലാം ഭയങ്കര സേഫായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് ടൂലിപ്പ് ഹോസ്പിറ്റലാണെങ്കിലും നല്ല വൃത്തിയും ആൾക്കാരൊക്കെ ഉള്ള ഹോസ്പിറ്റലാണ്. അവിടുത്തെ നമുക്ക് ഡീലക്സ് ഏറ്റവും പ്രീമിയം റൂം തന്നെയാണ് അവർ നമുക്ക് തരിക. എല്ലാ കാര്യങ്ങളും സോ അടിപൊളി. ഐ ഡോണ്ട് തിങ്ക് എനി കോളേജസ് ഇൻ ഇന്ത്യ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് എൻ്റെ അറിവിൽ എനിക്കറിയില്ല. സോ ഇതൊക്കെ കൊണ്ടാണ് ഐ ചോസ് ജിന്തൽ ടു ഡു മൈ മാസ്റ്റേഴ്സ് വിച്ച് ഇസ് LLM. സോ ഇപ്പോൾ ആരെങ്കിലും കേൾക്കുന്നുണ്ട് അവർക്ക് ജിന്തലിൽ മാസ്റ്റേഴ്സ് ചെയ്യണം ആൻഡ് യു ഹാവ് സം ഹെൽത്ത് കണ്ടീഷൻ. കാരണം എൻ്റെ റൂംമേറ്റിന് ആസ്തമയുണ്ട്, അതുപോലെ തന്നെ ഇടയ്ക്ക് നെബുലൈസേഷൻ ചെയ്യാൻ വേണ്ടി പോകണം. സോ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് കോളേജിൻ്റെ ഉള്ളിൽ തന്നെ. നമുക്കിപ്പോൾ നമ്മുടെ ഫിസിയോതെറാപ്പി ഉണ്ട്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഉളുക്കി
ഓക്കെ ഉളുക്കി കഴിഞ്ഞാൽ അവർ നമുക്ക് ടേപ്പ് ഒട്ടിച്ച് തരും. നമുക്ക് മറ്റേ ഈ കരാട്ടെ കിറ്റിൽ കണ്ടിട്ടില്ലേ ഒരു ബൾബ് വെച്ചിട്ട് ചെയ്യുന്നത്, അതൊക്കെ ഫ്രീ ആണ്, അതെല്ലാം ഫ്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെൻ്റൽ ഹെൽത്തിന് ഓക്കെ ഇഫ് എനിവൺ ഈസ് ഗോയിങ് ത്രൂ ഡിപ്രഷൻ, ആങ്സൈറ്റി, ADHD, ദെൻ മെൻ്റൽ ഹെൽത്തിന് ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുവാണെങ്കിൽ ദർ ഇസ് എ ഹോസ്പിറ്റൽ ഫോർ മെൻ്റൽ ഹെൽത്ത് ഇൻസൈഡ് ദി ക്യാമ്പസ്, സുഗൂൺ എന്നാണ് പേര്. അവിടെയും ഫ്രീ തെറാപ്പിയാണ്. ഓക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ ഐ തിങ്ക് ഇറ്റ്സ് ദി ബെസ്റ്റ്. സോ ഞാൻ നിങ്ങളോട് ഇതൊക്കെ ഞാൻ കരുതി റൂമിൽ പോയിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ട് ഒരുങ്ങിയിട്ട് പറയാം, സോ കാണുമ്പോൾ ഇറ്റ് വിൽ ബി പ്ലസൻറ്റ് എന്ന് കരുതി. ബട്ട് ഐ തോട്ട് ഐ വിൽ സേ ആസ് ഇറ്റ് ഇസ് ബിക്കോസ് യു ഗൈസ് വിൽ അണ്ടർസ്റ്റാൻഡ് മോർ. ഇപ്പം ഞാൻ ഭയങ്കര ഊജിയായിട്ട് റോ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ബിക്കോസ് ഇഫ് എനി പേരൻസ് ആർ വാച്ചിങ് ദിസ്, ഏതെങ്കിലും കേരളത്തിലുള്ള പേരൻസ് കാണുന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട്. അതുപോലെ തന്നെ വീൽ ചെയർ ഫെസിലിറ്റീസ് കോളേജിൽ അധികം ഉണ്ട്. സോ അവിടെ ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്, ആ കുട്ടി വീൽ ചെയറിലാണ്. ഐ തിങ്ക് ഷീസ് എ മലയാളി. സോ വീൽ ചെയർ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ക്യൂ നിൽക്കേണ്ട, മെസ്സിലൊന്നും നിൽക്കേണ്ട. ദേ വിൽ ഹെൽപ്പ് യു സോ മച്ച് ആൻഡ് ദേ വിൽ കോൾ യു ബച്ച. ബച്ച മീൻസ് കിഡ്. ഭയങ്കര കെയറിങ് ആയിട്ട് സ്വീറ്റായിട്ടാണ് അവർ നിൽക്കുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഇടാം. സോ ജിന്തലിലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഇങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്, കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഒന്നും അറിയേണ്ട ആവശ്യമില്ല. സോ ബി സേഫ്, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് നോക്കണമെങ്കിൽ ചിന്തലിൽ ജിമ്മുണ്ട്, ഗേൾസ് ഹോസ്റ്റലിൻ്റെ ഉള്ളിലുമുണ്ട്. അതുപോലെ തന്നെ അതല്ലാതെ ഗേൾസ് ഓൺലി ജിമ്മുണ്ട്. എല്ലാ ഹോസ്റ്റലിലും ജിം ഉണ്ടാകും. അതുപോലെ തന്നെ യൂണിസെക്സ് ആയിട്ടുള്ളൊരു വലിയ ജിമ്മുണ്ട്, തൊട്ടടുത്ത് ടൈലർ ഷോപ്പുണ്ട്, ഫ്രൂട്ട്സ് കടയുണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊരു നല്ലൊരു വീഡിയോ ഞാൻ ഹെയർ മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ വന്നിട്ട് ചെയ്യാം. കോളേജിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, കോളേജ് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഇപ്പോൾ ജസ്റ്റ് മെഡിക്കൽ റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ഇഫ് യു വോണ്ട് ടു നോ മോർ ഇൻഫർമേഷൻ അബൌട്ട് മൈ യൂണിവേഴ്സിറ്റി. ആൻഡ് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇങ്ങോട്ട് പോരുക. ലൈക്ക് ഐ തിങ്ക് യു ഗൈസ് വിൽ ബി സേഫ് ഹിയർ. ആൻഡ് ഇവരെല്ലാ കാര്യങ്ങളും നമ്മളെ നോക്കും, നമ്മുടെ പേരൻസും കാര്യങ്ങളൊക്കെ അവർ വിളിച്ച് പറയും. സോ എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി സ്മൂത്ത്. സോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക ആഫ്റ്റർ ഐ റീച്ച് മൈ ഹോസ്റ്റലായിരിക്കും. സോ ബൈ.